എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോയത് കൊല്ലം ജില്ലയിലുള്ള സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒരു ദ്വീപിലാണ് ഞങ്ങൾ പോയത്. തുടർന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇന്ന് വളരെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ സാമ്പ്രാണിക്കുടി ദ്വീപിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ എല്ലാം പാർക്കിങ് ഫുള്ളാണ്. ഏകദേശം 500 മീറ്റർ അവിടെ നിന്ന് പാർക്ക് ചെയ്ത എടുത്ത് നിന്ന് നടക്കാനുണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അപ്പൂസുമായിട്ട് ഞങ്ങൾ ആ ദ്വീപിലേക്ക് പോവുകയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ബോട്ടിലേക്ക് കയറുകയാണ്. ഈ ബോട്ടിലാണ് സാമ്പ്രാണിക്കുടി ദ്വീപിലേക്ക് പോകുന്നത്. ഈ വീഡിയോയിൽ കാണാം, എല്ലാവരും ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്പർ അനുസരിച്ച് ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് എല്ലാവരും കയറുന്നു. ഞങ്ങളങ്ങനെ ബോട്ടിനകത്ത് കയറി. ഞങ്ങൾക്ക് നൽകിയ നമ്പറിനനുസരിച്ച് ബോട്ടിൽ കയറി ഇങ്ങനെ യാത്ര തുടരുന്നു. ബോട്ടിലിരുന്നു കൊണ്ട് തന്നെ രണ്ട് സൈഡിലും നമ്മൾ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തോർമ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. അവന് വളരെ സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ബോട്ടിൽ എല്ലാവരും വന്നതിന് ശേഷം കായലിൽ തന്നെ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നതായിട്ടൊക്കെ കാണാം. നല്ല ഒരു സ്ഥലമാണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ കയറിയ ബോട്ടും എത്തി. അതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇനിയും അവിടെയുള്ള വ്യൂ ആണ്, ഇറങ്ങിയതിന് ശേഷം അവിടെയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പൂസ് വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചുകൊണ്ട് വെള്ളത്തിൽ ചവിട്ടി വെള്ളത്തിൽ കളിക്കുകയാണ്. ചെല്ലുമ്പോൾ തന്നെ ജ്യൂസുകൾ, അതുപോലെ മാങ്ങ, പൈനാപ്പിളൊക്കെ അവർ ഉപ്പൊക്കെ ഇട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാം. അല്ലാതെ ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വള്ളം എടുത്തതിന് ശേഷം നീണ്ടകരയിലേക്ക് വള്ളത്തിൽ പോവുകയാണ്. കായലിൽ കൂടെ തന്നെ നീണ്ടകര മാർക്കറ്റ്, അതുപോലെ തന്നെ പഞ്ചസാര ഫാക്ടറിയൊക്കെ അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വള്ളം എടുത്ത് ഞങ്ങൾ വള്ളത്തിൽ യാത്ര ചെയ്യുകയാണ്. അപ്പൂസിനും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ കാഴ്ചകൾ കാണാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. വേണ്ട ഞാൻ
സൈഡിൽ വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. പനിയുണ്ടാവും. ഇതിനകത്ത് നമുക്ക് കാണാം ഞണ്ടിനെ വളർത്തുന്ന കൂടയൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നിന്ന് ചെറിയ ഞണ്ടിനെ വളർത്തിയെടുത്തതിന് ശേഷം മാത്രമാണ് അവർ കായലിലേക്ക് തുറന്നു വിടുന്നത്. അങ്ങനെ അപ്പൂസിനൊരാഗ്രഹം വന്നു, അവന് ഒറ്റയ്ക്ക് വള്ളത്തേലിരിക്കണമെന്ന്. അങ്ങനെ അവന് ഒറ്റയ്ക്ക് വള്ളത്തേലിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവന് ഒറ്റയ്ക്ക് ഇരുന്നു. ഇവിടെ നമുക്ക് കാണുമ്പോൾ കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുവാനുള്ള ബോട്ടുകളൊക്കെ തയ്യാറായി കിടക്കുകയാണ്. നീർക്കാക്ക എന്താ വെള്ളത്തിൽ മുങ്ങി കൊണ്ട് തോന്നുന്നു. നീർക്കാക്ക നീർക്കാക്ക കൊണ്ടോ കുളിക്കുന്നുണ്ടോ? ഇപ്പം പൊങ്ങും കൊണ്ടോ നീർക്കാക്ക. മീൻ പിടിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ ബോട്ടിൽ ഐസ് നിറയ്ക്കുന്ന സ്ഥലമാണ്. ബോട്ടിൽ ഐസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടുകൾ കടലിൽ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഈ ബോട്ടുകളൊക്കെ തിരിച്ചു വരുന്നത്. അതിനായിട്ട് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അത്രത്തോളം ഐസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ശേഖരിച്ചാണ് കടലിലേക്ക് പോകുന്നത്.
ഞങ്ങൾ വള്ളത്തിൽ പോയി അവിടെ എല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് സാമ്പ്രാണിക്കുടിയിലെത്തി. അപ്പൂസ് വെള്ളത്തിൽ കുളിക്കുകയും കളിക്കുകയൊക്കെയായി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് കയറുകയാണ്. കരയിലേക്ക് വരാനുള്ള ബോട്ടിൽ വീണ്ടും ഞങ്ങൾ കയറി. അവിടെ നിന്ന് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കരയ്ക്ക് എത്താറായി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഈ സ്ഥലം വന്ന് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണുക. നല്ല മനോഹരമായ സ്ഥലമാണ്. തുടർന്ന് പുതിയ ഒരു വീഡിയോയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.